പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് ക്രൈംബ്രാഞ്ചിന്റെ ക്ലീൻ ചിറ്റ്. മുഖ്യപ്രതി അനന്തു കൃഷ്ണനിൽ നിന്ന് വാങ്ങിയ പണം വക്കീൽ ഫീസ് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ലാലി വിൻസെന്റിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഈ മാസം കോടതിയിൽ റിപ്പോർട്ട് നൽകും. 47 ലക്ഷം രൂപയാണ് ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലേക്ക് അനന്തകൃഷ്ണൻ കൈമാറിയത്. ഇത് നേരത്തെ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയ ഒരു വിഷയമാണ് ജിജീഷ്. പക്ഷേ ഇത് പെട്ടെന്ന് എങ്ങനെയാണ് തിരിഞ്ഞു മറിഞ്ഞ് ഇതൊരു വക്കീൽ ഫീസായി വ്യാഖ്യാനിക്കപ്പെട്ടത് ജിജീഷ്? ശ്യാം, അത് തന്നെയാണ് വലിയൊരു സംശയം ഉണ്ടാകുന്നത്. ഈ ക്രൈംബ്രാഞ്ചിന്റെ ക്ലീൻ ചിറ്റ് ഇവിടെ ലഭിക്കുമ്പോൾ എങ്ങനെയാണ് ലാലി വിൻസെന്റ്, കാരണം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം പരിശോധനകൾ നടത്തിയിരുന്നു. ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിൽ അന്വേഷണ സംഘം എത്തിയിരുന്നു. അവിടെയെല്ലാം വിശദമായ പരിശോധനകളും നിരവധി രേഖകളും എല്ലാം അന്വേഷണ സംഘം കൊണ്ടുപോയിരുന്നു. പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്ന പാതിവില തട്ടിപ്പ് കേസിന്റെ തുടർച്ചയായിട്ടായിരുന്നു അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയെല്ലാം തന്നെ നടന്നിരുന്നത്. എന്നാൽ ഇതിനിടയിലാണ് ഇപ്പോൾ പൂർണ്ണമായും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പറയുന്നത് അനന്തകൃഷ്ണനിൽ നിന്ന് വാങ്ങിയ പണം വക്കീൽ ഫീസാണ്. അതായത് നേരത്തെ എങ്ങനെയാണോ ഇതുമായി കേസുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റ് ഇതിനെ ന്യായീകരിച്ചിരുന്നത്, വിശദീകരിച്ചിരുന്നത്, അത് തന്നെ ശരിവെക്കുകയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ലാലി വിൻസെന്റ് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് തനിക്ക് ലഭിച്ച പണമെല്ലാം മുഖ്യപ്രതിയായ അനന്തകൃഷ്ണനിൽ നിന്ന് ലഭിച്ച പണമെല്ലാം തന്നെ വക്കീൽ ഫീസാണ്. ഈ തട്ടിപ്പിന്റെ പങ്ക് താൻ പറ്റിയിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ ആ പണം തന്റെ കൈവശം വന്നു ചേർന്നിട്ടില്ല എന്നായിരുന്നു ക്രൈംബ്രാഞ്ചിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും അടക്കം ഇവർ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. ഈ ലാലി വിൻസെന്റിനെ ഈ ഒരു ഘട്ടത്തിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ മാസം കോടതിയിൽ റിപ്പോർട്ട് നൽകും. കാരണം വക്കീൽ ഫീസ് മാത്രമാണ് എന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കേസ് നടപടി തുടരാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി തന്നെയായിരിക്കും ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകുക. അതോടുകൂടി ലാലി വിൻസെന്റ് ഈ ഒരു പ്രതിപട്ടികയിൽ നിന്ന് മാറുകയും ചെയ്യും. 47 ലക്ഷമാണ് അനന്തകൃഷ്ണൻ കൈമാറിയത്. ഈ തുക അത്രയും ഒരു അഭിഭാഷക എന്ന നിലയിൽ, അഭിഭാഷകയുടെ ഫീസ് എന്ന നിലയിൽ മാത്രം തീർച്ചയായും എന്തായാലും അത് തന്നെയാണ് ജിജീഷ് പറഞ്ഞതുപോലെ. ഒരു പെട്ടെന്ന് ഈ ക്രൈംബ്രാഞ്ച് ലാലി വിൻസെന്റിന്റെ ഈ ഒരു മൊഴി അങ്ങ് വിശ്വസിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? പെട്ടെന്ന് എങ്ങനെയാണ് ഈ പണം ഒരു വക്കീൽ ഫീസ് എന്ന നെറേറ്റീവിലേക്ക് മാറിയത് എന്നൊരു കൃത്യമായി തന്നെ ഒരു ചോദ്യമുണ്ട്. എന്തായാലും അതൊക്കെ ക്രൈംബ്രാഞ്ചും ബഹുമാനപ്പെട്ട കോടതിയും തീരുമാനിക്കട്ടെ.